നമസ്കാരം. കാസർഗോഡ് ജില്ലയെ പിടിച്ചുലച്ച കുമ്പള കഞ്ചാവ് വേട്ടയിലെ വൻ ലഹരി സാമ്രാജ്യത്തിന്റെ വേരറുത്ത് കുമ്പള പോലീസിന്റെ അതിസാഹസികമായ ഓപ്പറേഷൻ. പിടികൂടാൻ ചെന്നാൽ വഴുതിമാറുന്ന കാഞ്ഞങ്ങാട് ഭാഗങ്ങളിലെ ലഹരി വിതരണത്തിന്റെ പ്രധാന അച്ചുതണ്ടായ അജാനൂർ തെക്കേപ്പുറം സ്വദേശി ലാവ സമീർ എന്ന TM സമീർ, ഇയാളുടെ നിഴലായ പ്രധാന കൂട്ടാളി ജംഷീർ എന്നിവരാണ് ഒടുവിൽ പോലീസിന്റെ മിന്നൽ ഓപ്പറേഷനിൽ വലയിലായത്. കുമ്പള ഇൻസ്പെക്ടർ ബൈജു K. ജോസും പാർട്ടിയും ചേർന്ന് നടത്തിയ തന്ത്രപരമായ നീക്കമാണ് അണിയറയിലിരുന്ന് കരുക്കൾ നീക്കുന്ന ഈ വമ്പൻ സ്രാവുകളെ നിയമത്തിന് മുന്നിൽ എത്തിച്ചത്. സിനിമയെ വെല്ലുന്ന ത്രില്ലർ ക്ലൈമാക്സിലേക്ക് നീങ്ങിയ കേസിൽ പ്രതികളെ 12-ാം തീയതി അർദ്ധരാത്രിയോടെ രഹസ്യ താവളം വളഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയും 13-ാം തീയതി രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുകയായിരുന്നു. തൊണ്ടി മുതലോടെ സ്വയം പിടിക്കപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്ന തന്ത്രശാലിയാണ് ലഹരി മാഫിയ തലവനായ ലാവ സമീർ. ദിവസങ്ങൾക്ക് മുമ്പ് നാമമാത്രമായ കഞ്ചാവുമായി എക്സൈസ് സംഘം ഇയാളെ പൊക്കിയിരുന്നുവെങ്കിലും അന്ന് അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള അളവ് കയ്യിലില്ലാത്തതിനാൽ നിയമത്തിന്റെ പഴുതിലൂടെ നോട്ടീസ് നൽകി വിട്ടയക്കേണ്ടി വന്നിരുന്നു. താൻ സുരക്ഷിതനാണെന്ന് സമീർ കരുതിയെങ്കിലും ലഹരിയുടെ ഉറവിടം തേടിയുള്ള പോലീസിന്റെ അന്വേഷണം വിട്ടുവീഴ്ചയില്ലാത്തതായിരുന്നു. കുമ്പളയിൽ കോമ്പിംഗ് ഓപ്പറേഷനിടെ പിടികൂടിയ 32.2 കിലോ കഞ്ചാവ് കേസിന്റെ വേരുകൾ തേടിയുള്ള യാത്രയാണ് അന്വേഷണ സംഘത്തെ ഒടുവിൽ ഈ മാഫിയ തലവനിലേക്ക് എത്തിച്ചത്. കേസിലെ 2-ാം പ്രതിയായ മുഹമ്മദ് മിർഷാനെ കസ്റ്റഡിയിൽ വാങ്ങി വിപുലമായി ചോദ്യം ചെയ്തതാണ് ഈ അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായി മാറിയത്. തുടർന്ന് മിർഷാന്റെ മൊബൈൽ ഫോൺ രേഖകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് അതീവ രഹസ്യമായി ശാസ്ത്രീയമായ പരിശോധന നടത്തി. കഞ്ചാവ് വാങ്ങാൻ ലക്ഷങ്ങൾ നിക്ഷേപിച്ച തുക, ഇതിന്റെ ഇടപാടുകൾ പുറത്തു കൊണ്ടുവന്നതോടെ കഞ്ചാവ് കടത്തിന് പണം മുടക്കിയ 3-4 പ്രതികൾ ജംഷീറും ലാവ സമീറുമാണെന്ന് പോലീസ് കൃത്യമായി സ്ഥിരീകരിക്കുകയും ഡിജിറ്റൽ തെളിവുകൾ സഹിതം ഇവരെ പൂട്ടുകയുമായിരുന്നു. പോലീസ് ലിസ്റ്റിലെ കുപ്രസിദ്ധ റൌഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഇടം പിടിച്ച ക്രിമിനലാണ് ലാവ സമീർ. ഇയാൾക്ക് പിന്നിൽ അഭിഭാഷകരും ജാമ്യം നൽകാൻ ആളുകളുമുള്ള വൻ ഗ്യാങ് തന്നെയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസ് വരുമ്പോൾ കോടതിയിൽ ഇവർക്ക് ആവശ്യമായ നിയമസഹായങ്ങൾ ഒരുക്കുന്നത് കള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. വധശ്രമം, മതവിദ്വേഷം വളർത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അടിപിടി കേസുകൾ, പാസ്പോർട്ട് ആക്ട് ലംഘനം തുടങ്ങി ഹോസ്ദുർഗ്, വിദ്യാനഗർ, രാജപുരം, ബദിയടുക്ക സ്റ്റേഷനുകളിലായി 15 കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 3-ാം പ്രതിയായ ജംഷീർ ആകട്ടെ ഹോസ്ദുർഗിലും വള്ളരിക്കുണ്ടിലും മാരക ലഹരിമരുന്ന് വിരുദ്ധ നിയമപ്രകാരമുള്ള കേസുകളിൽ പ്രതിയാണ്. ലഹരി വിതരണത്തിന് പുറമെ മറ്റു പല ക്രിമിനൽ ആക്ടിവിറ്റികളിലും ഈ സംഘം സജീവമാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ലഹരി കേസിന്റെ ഉറവിടം അന്വേഷിച്ചു പോയി അതിന്റെ തലവനെ തന്നെ തളച്ച കുമ്പള പോലീസിന്റെ പഴുതടച്ച അന്വേഷണ മികവിന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. ജില്ലയിലെ ലഹരിക്കടത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച ഈ ഓപ്പറേഷന് ശേഷം പ്രതികൾക്കെതിരെ ഇനി ഗുണ്ട ആക്ടായ കാപ്പ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് നീക്കം.